ഒരു കാര്യമുണ്ട്, അതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ അതിഗംഭീരമായ സിനിമകൾ എടുത്ത സംവിധായകനാണ്. അത് പ്രത്യേകം പറയേണ്ടതില്ല, അത് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. അതുകൊണ്ട് ഒരു കാര്യമുള്ള ഹർഷ, അതായത് ഈ സിനിമയുടെ കണ്ടന്റ്, സൗന്ദര്യാത്മകത, ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരിക. പിന്നെ അദ്ദേഹം കേരളത്തിനും മലയാള സിനിമക്കും ലോക സിനിമക്കും നൽകിയ ഇതുണ്ടല്ലോ, ഈ സംഭാവനകൾക്കുള്ള ഒരു ആദരവ് നമ്മൾ മികച്ച തോതിൽ നൽകുക. പക്ഷേ ഇമാതിരി വർത്തമാനം പറയാൻ കൊണ്ടുവരരുത്, അത് സർക്കാരിന്റെ വീഴ്ചയാണ്. അല്ല, ഇപ്പൊ സർക്കാർ ഈ കാര്യത്തിൽ രണ്ട് തട്ടിലാണ്. കാരണം വാസവ മിനിസ്റ്റർ എന്ന് പറയുന്നു, ബിന്ദു മിനിസ്റ്റർ വേറൊന്ന് പറയുന്നു. ആ കാര്യത്തിൽ തീരുമാനമാവേണ്ടത് ഒരു വിഭാഗത്തിന് ഉയർന്നു വരാനുള്ള അവസരമായി ആവിഷ്കരിച്ചതാണ് KSFDCയുടെ സിനിമാ നിർമ്മാണ പോളിസി. അതിനെ ആ അർത്ഥത്തിലല്ല അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിഖ്യാത ചലച്ചിത്രകാരൻ മനസ്സിലാക്കിയത് എന്ന് വേണം കരുതാൻ. തീർത്തും വരേണ്യ സവർണ ബോധത്തിലൂന്നിയായിരുന്നു സിനിമാ കോൺക്ലേവ് സമാപന വേദിയിലെ അടൂരിന്റെ പ്രതികരണം എന്നതിൽ RDXന് തർക്കമില്ല. അതിനെതിരെ പ്രതിഷേധമുയരുന്നത് സ്വാഭാവികവുമാണ്. എന്നാൽ ആ പ്രതിഷേധത്തെ ഉൾക്കൊള്ളാനും അടൂരിനായില്ല എന്നത് നിരാശയുണ്ടാക്കിയെന്ന് RDX കരുതുന്നു. ദളിത് വിഭാഗത്തിന്റെ മുന്നേറ്റത്തിനുള്ള സർക്കാർ ഇടപെടലാണെന്ന് ചൂണ്ടിക്കാട്ടിയ അടൂരിന്റെ പരാമർശത്തെ മന്ത്രി സജി ചെറിയാൻ വേദിയിൽ തന്നെ തള്ളിയത് മാതൃകാപരമാണ്. കേരള സമൂഹത്തിലെ എല്ലാത്തരം മനുഷ്യരുടെയും കഥകളും രാഷ്ട്രീയവും സാമൂഹിക അവസ്ഥയും ചരിത്രവും എല്ലാം സിനിമകളാവണം.